ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. സൂറത്ത് മറിയം 28 മുതൽ 31 ആയത്ത് വരെയും പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഹാറൂന, ഇവിടെ യാ ഉഖ്ത ഇതിലുള്ള ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. അലിഫിനെ 4-5 ഹർക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. യാ ഉഖ്ത, ഉഖ്ത എന്ന് പറയുമ്പോൾ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്, ഇസ്തിഅലാഹിൻ്റെ ഹർഫാകുന്നു. യാ ഉഖ്ത ഹാറൂന എന്നാൽ ഒഴികെ മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. യാ ഉഖ്ത ഹാറൂന, റാഇന് തഫ്ഖീം കൊടുക്കണം. റാഇന് തഫ്ഖീം ചെയ്യേണ്ട സന്ദർഭമാണ്, അതിന് ളമ്മ നൽകപ്പെട്ടതുകൊണ്ട് ഹാറൂന. യാ ഉഖ്ത ഹാറൂന. മാ കാന, എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്, തർക്കീഖ് ചെയ്യുക. മാ കാന അബൂകി, മാ കാന അബൂകി ഇംറഅ സൗ, ഇംറഅ സൗഇൻ. ഇതിൽ ഇംറഅ എന്നതിലെ റാഇന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് റാഇനെ ഉച്ചരിക്കണം. സാക്കിനത്തായ മീമിന് അല്പം പോലും മണിക്കാൻ പാടില്ല. ഇൽഹാർ ഷഫവി എന്നതാണ് ഹുക്മ്. ഇംറഅ, ഇംറഅ. മാ കാന അബൂകി ഇംറഅ സൗഇൻ, സൗഇൻ വമാ, സൗഇൻ എന്നതിലെ തൻവീൻ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ, ഉമ്മുകി മീം മുഷദ്ദദ, ശ്രദ്ധ നൽകപ്പെട്ട മീം മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വമാ കാനത് ഉമ്മുകി ബഗിയ, ബഗിയ ഇതിൽ ഗൈൻ തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാൻ്റെ അക്ഷരമാണെങ്കിലും കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകേണ്ടത്. ഗൈനിന് കുറഞ്ഞ തഫ്ഖീമാണ്, ഇത് കസ്റ നൽകപ്പെട്ട അക്ഷരമാണ് എന്നതുകൊണ്ട്. വമാ കാനത് ഉമ്മുകി ബഗിയ ഫഅശാറത് ഇലൈഹി, ഫഅശാറത് ഇലൈഹി. റാഇന് മാത്രം തഫ്ഖീം നൽകണം, മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീമില്ല എന്നത് ശ്രദ്ധിക്കുക. ഫഅശാറത് ഇലൈഹി, ഇലൈഹി എന്നതിലെ ദീർഘം മദ് ആരിദ് ലിസ്സുക്കൂൻ എന്ന ദീർഘമാണ്, വഖഫിന് വേണ്ടി താൽക്കാലികമായി വരുന്ന ദീർഘം. ഇവിടെ 2 ഹർക്കത്തിൻ്റെ അളവിൽ മതിയാക്കാം, ഖസ്ർ ചെയ്യുക എന്ന് പറയാം. അതല്ല തവസ്സുത്ത്, മിതത്വം, മധ്യ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ 4 ഹറക്കത്തിൻ്റെ അളവിൽ ആകാം. അതല്ലെങ്കിൽ വീണ്ടും 6 ഹറക്കത്ത് വരെ ഇഷ്ബാ ചെയ്യുകയും ആവാം. ഇതൊക്കെയും ജാഹിസായ മാർഗങ്ങളാണ്. എന്നാൽ തവസ്സുത്ത് സ്വീകരിച്ചുകൊണ്ട് ഇലൈഹ് എന്ന് മതിയാക്കാം. ഫഅശാറത് ഇലൈഹി. ഖാലു, ഈ പദത്തിൽ ഖാഫിനും ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ്, ശ്രദ്ധിക്കുക. ഖാലു കൈഫ നുകല്ലിമു, എല്ലാ അക്ഷരങ്ങളും തർക്കീഖിൻ്റേതാണ്. കൈഫ നുകല്ലിമു ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. അപ്പോൾ ഖാലു കൈഫ നുകല്ലിമു മൻ കാന, മൻ കാന ഇതിൽ സാക്കിനത്തായ നൂൻ ശേഷം കാഫ് ഇഖ്ഫ ഹഖീഖി എന്ന നിയമമാണ്. നൂനിനെ അവ്യക്തമാക്കി മണിക്കുക. മൻ കാന ഫിൽ മഹ്ദി, ഫിൽ മഹ്ദി സ്വബിയ, സ്വാദിന് മാത്രം തഫ്ഖീം കൊടുക്കുക. من كان في المهد صبيا صادني
പൂർണ്ണമായ തഫ്ഖീം ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ് എന്നതുകൊണ്ട്. ഖാല വീണ്ടും ഖാഫും അലിഫും ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കുക. ഖാല ഇന്നി നൂൻ മുശദ്ദദയെ മണിക്കുക. ഖാല ഇന്നി അബ്ദുല്ലാഹ് അബ്ദുല്ലാഹ് ബാഇന് സുക്കൂനുണ്ട്. ഖൽഖല സൂറ നൽകി ബാഇനെ ഹറക്കത്ത് വ്യക്തമാക്കി ഉച്ചരിക്കുക. അബ്ദുല്ലാഹി അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല ഇതിൽ തഫ്ഖീം കൊടുത്തുകൊണ്ട് ലാമിനെ ഉച്ചരിക്കണം. അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ ആതാനിയൽ കിതാബ വജഅലനി. എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. തർത്തീഖ് ചെയ്ത് ഉച്ചരിക്കുക. ആതാനിയ എന്നൊന്നും പറയരുത്, തെറ്റാണ്. ആതാനിയൽ കിതാബ എന്ന് പറഞ്ഞാൽ ശരിയല്ല, മറിച്ച് ശരിയായ ഉച്ചാരണം ആതാനിയൽ കിതാബ വജഅലനി നബിയ വജഅലനി. ഐൻ വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. വജഅലനി നബിയ വജഅലനി മുബാറക വജഅലനി. വീണ്ടും ആ പദം ആവർത്തിക്കുന്നു. മുബാറകൻ ഐനമാ കുൻതു. മുബാറകൻ റാഇന് തഫ്ഖീം കൊടുക്കണം. തടിപ്പിച്ച് റാഇന് ഉച്ചരിക്കുക. ഫത്ഹ് നൽകപ്പെട്ട സന്ദർഭമാണ്. മുബാറകൻ ഐനമാ. കാഫ് ഇസ്തിഫാലിൻ്റെ അക്ഷരം തർക്കീഖാണ്. എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖ് റാഇന് മാത്രമേ തഫ്ഖീമുള്ളൂ. മുബാറകൻ കൻ മുബാറകൻ. തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്, ശേഷം ഹംസ വന്നതുകൊണ്ട്. മുബാറകൻ ഐനമാ കുൻതു. കുൻതു സാക്കിനത്ത് ആനൂനും ശേഷം താവും ഇഖ്ഫാ ഹഖീഖി നൽകുക. മറച്ചു മണിച്ചുച്ചരിക്കുക. മണിക്കൽ 2 ഹറക്കത്തിൻ്റെ അളവിലാണ്. മണിക്കലിൽ തർക്കീഖുണ്ട്, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഐനമാ കുൻതു വഔസാനി വഔസാനി. സ്വാദിനും അലിഫിനും തഫ്ഖീമാണ്. ഇസ്തിഅലാന്റെ അക്ഷരത്തെ ദീർഘിപ്പിക്കുന്നു. വഔസാനി ബിസ്സലാത്തി. ബിസ്സലാത്തി വീണ്ടും സ്വാദ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. ബിസ്സലാത്തി വസ്സകാത്തി വസ്സകാത്തി. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. മാ ദുംതു ഹയ്യ. സാക്കിനത്ത് മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. മാ ദുംതു ഹയ്യ. എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ തർക്കീഖ് ചെയ്താണ് ഉച്ചരിക്കേണ്ടത്. മാ ദുംതു ഹയ്യ. ഹ വ്യക്തമാക്കി അതിൻ്റെ മഖ്റജിൽ നിന്ന്, തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا. فأشارت إليه. قالوا كيف نكلم من كان في المهد صبيا. قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا.